ടണൽ പ്രോജക്റ്റ് വയനാട്ടിൽ പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ടുള്ള ടണൽ പ്രോജക്ട് അതിനെയൊക്കെ ഞങ്ങൾ എതിർക്കും, ശക്തിയായി ഞങ്ങൾ എതിർക്കും. ഒരു സംശയം. താമരശ്ശേരി ചുരം കയറാതെ ട്രാഫിക് തിരക്കുകളെല്ലാം ഒഴിവാക്കി വയനാട്ടിലേക്ക് പോകാനുള്ള ഒരു സുഗമം പാത. ടൂറിസത്തിനാണ് ഇവൻ കരുത്താവാൻ പോകുന്നത്. ടണൽ പ്രോജക്റ്റ് വയനാട്ടിൽ പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ടുള്ള ടണൽ പ്രോജക്ട് അതിനെയൊക്കെ ഞങ്ങൾ എതിർക്കും, ശക്തിയായി ഞങ്ങൾ എതിർക്കും. ഒരു സംശയം. പരിസ്ഥിതി സൗഹൃദ നിർമ്മാണമാണ് എന്നതാണ് ഈ നിർമ്മാണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. വനത്തിന് അടിയിലൂടെ ഒരു മരത്തെയും നശിപ്പിക്കാതെയാണ് പദ്ധതി നിർമ്മിക്കുക എന്നാണ് ഇപ്പോൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. താമരശ്ശേരി ചുരത്തിൽ ഇനി നമ്മൾ കുടുങ്ങും എന്ന ഭയം വേണ്ടതായി. തുരങ്കപാത എന്തിന് എന്ന ചോദ്യത്തിന് എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കാം. സാധാരണ രീതിയിൽ താമരശ്ശേരി വഴി പോകുമ്പോൾ പലപ്പോഴും മണ്ണിടിച്ചിലുണ്ടാകുന്ന ഘട്ടമുണ്ട്. ചുരത്തിൽ വാഹനം ചുരമിടിഞ്ഞ് മണിക്കൂറുകളോളം തടസ്സപ്പെടുന്നു യാത്ര തുടങ്ങിയ പരാതികളെല്ലാം ഒഴിവാക്കാൻ സാധിക്കും. ടണൽ പ്രോജക്റ്റ് വയനാട്ടിൽ പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ടുള്ള ടണൽ പ്രോജക്ട് അതിനെയൊക്കെ ഞങ്ങൾ എതിർക്കും, ശക്തിയായി ഞങ്ങൾ എതിർക്കും. ഒരു സംശയം. കോഴിക്കോട് താമരശ്ശേരി ചുരത്തിന് ബദലായി തുരങ്കപാത നിർമ്മിക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതി പ്രദേശം നോർവേ സംഘം സന്ദർശിച്ചു. നോർവീജിയൻ ജിയോ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആനക്കാംപൊയിൽ മറിപ്പുഴയിലെത്തിയത്. തുരങ്കപാത നിർമ്മാണത്തിന് സാങ്കേതിക വിദ്യ കൈമാറുന്നതിന് മുഖ്യമന്ത്രിയുടെ വിദേശ സന്ദർശനത്തിൽ കേരള സർക്കാരും നോർവേയും തമ്മിൽ ധാരണാപത്രം ഒപ്പിട്ടിരുന്നു. ടണൽ പ്രോജക്റ്റ് വയനാട്ടിൽ പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ടുള്ള ടണൽ പ്രോജക്ട് അതിനെയൊക്കെ ഞങ്ങൾ എതിർക്കും, ശക്തിയായി ഞങ്ങൾ എതിർക്കും. ഒരു സംശയം. താമരശ്ശേരി ചുരം വഴിയുള്ള എല്ലാ തടസ്സങ്ങളും ഒഴിവാക്കി കോഴിക്കോട്ട് നിന്നും വയനാട്ടിലേക്ക് ചുരം കയറാതെ ഒരു വയനാടൻ യാത്ര അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നു. കിഫ്ബി ഫണ്ടിലൂടെ കൊങ്കൺ റെയിൽവേ ആ പദ്ധതിയുടെ നിർവഹണം പൂർത്തിയാക്കിയിരുന്നു. അങ്ങനെ സർക്കാരിന്റെ 100 ദിന കർമ്മ പദ്ധതിയിലെ ആദ്യത്തെ ഫ്ളാഗ്ഷിപ്പ് പ്രോഗ്രാമായി ഒരുപക്ഷെ നമുക്കിതിനെ കണക്കാക്കാം. പൂർത്തിയായാൽ വലിയൊരു സ്വപ്നം യാഥാർത്ഥ്യമാവും. 45 വർഷമായി പൂർത്തിയാക്കാതെ കിടന്ന സ്വപ്നമാണ് അങ്ങനെ യാഥാർത്ഥ്യമാവുന്നത്. വയനാട്ടിലേക്ക് ചുരമില്ലാതെ